മുരളി 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 മുരളി, നീ എവിടെ ഒളിച്ചിരുന്നാലും ഞാൻ ഇന്ന് നിന്നെ പൊക്കും. രണ്ടിലൊന്നിന്നറിയണം, ഒന്നിയിൽ ഞാൻ അല്ലെങ്കിൽ നീ. നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മതി ഈ വീട്ടിൽ. ഈയിടെയായിട്ട് ഉപദ്രവം കൂടിയിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിക്കുന്നു, മാണ്ടുന്നു, അള്ളുന്നു. മുരളി, നീ എവിടെ ഒളിച്ചാലും ഇന്ന് നിന്റെ അന്ത്യം. നിന്റെ കയ്യും കാലേ ഞാൻ അടിച്ചോടിക്കും മുരളി. അല്ല പിന്നെ എൻ്റെ അടുത്താണ് കളിക്കും. മോള് വരട്ടെ, ഞാൻ മോളെ വിളിക്കട്ടെ. ഭയങ്കര ഉപദ്രവം ഒന്ന് വീട്ടിൽ. എന്താ പറയാൻ തറ? മുരളി എവിടാ? മുരളിയെ നീ അവിടെ കൊണ്ട് ഒളിപ്പിച്ചടാ. മുരളിയെ ഞാൻ ഇന്ന് കയ്യും കാലും ഞാൻ അടിച്ചോടിക്കും. മുരളിയെ വിളി. ഇയാൾ ഈ മുരളി മുരളി എന്ന് പറയുന്നത് എന്തുവാന്നും പറഞ്ഞാണ്. ഞാൻ റഷ്യന്ന് കൊണ്ടുവന്ന എൻ്റെ റഷ്യൻ പൂച്ചയുടെ പേരാണ് മുരളി. ശരിക്കും അത് എൻ്റെ പേരാണ്. എന്നോടുള്ള ദേഷ്യത്തിന് എൻ്റെ പേരെടുത്ത് പൂച്ചക്ക് വിട്ട് പൂച്ചയുടെ പേരായി ഇപ്പൊ എന്നെ വിളിക്കുന്നത് കുട്ടിമണി. കുട്ടിമണി, കുട്ടിമണി, ഞാനൊരു കാര്യം പറയാം. മുരളിയെ നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞാൻ അതിന്റെ കയ്യും കാലും ഞാൻ അടിച്ചോടിക്കും. ഇയാൾ എന്തോ തോന്നിവാസോടെ കാണിച്ചത്? ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചു? എന്റെ പൂച്ചയെ തന്റെ കൈയിരിക്കുന്ന ഈ വടിക്കടിച്ചിട്ട് പൂച്ചയുടെ 8 പല്ലാണ് തെറിച്ച് വെളിയിൽ പോയത്. ഈ പല്ലിന് എന്ത് വിലയാണെന്നറിയാവോ? നല്ല വില ഉണ്ടെങ്കിൽ തൂക്കി വിൽക്കട ഇറക്കാം. അതെന്റെ കയ്യിലിട്ട് കടിച്ചു പിന്നെ ഞാൻ എന്തോ ചെയ്യും? പൂച്ചയുടെ പാത്രത്തിൽ പോയി പിന്നെ കൈയിട്ട് വാരിയ പൂച്ച മാന്തത്തില്ല. അയ്യോ, പൂച്ചയുടെ പാത്രത്തിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റാൻ വേണ്ടി പോയതല്ല. പിന്നെ എടാ, പൂച്ച കഴിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഒരു മുടി അതിനകത്ത് കിടക്കുന്ന തലമുടി. അതിനെ ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റിയതേ ഉള്ളൂ. അത്രേ ഉള്ളൂ ചെയ്യും. സ്വന്തം പാത്രത്തിൽ ഈച്ച വന്നിച്ച അടിച്ചോടിക്കാത്ത മനുഷ്യനാണ് പൂച്ചയുടെ പാത്രത്തിൽ ഇരുന്ന മുടിയെടുത്ത് പറഞ്ഞത്. എവിടുത്തെ ന്യായമാണിത്? നീ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ. നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മതി ഈ വീട്ടില്. മുരളി വേണ്ട. എടോ, ഞാൻ വില കൊടുത്ത് മേടിച്ച എന്റെ പൂച്ചയാണ് 2 ലക്ഷം രൂപയുടെ പൂച്ച. എന്റെ ഭാര്യ അവള് വിളിക്കട്ടെ. എന്റെ മോള് വിളിക്കട്ടെ. എന്റെ മോള് ഗൾഫിൽ ചെന്നിരുന്ന് കഷ്ടപ്പെടുന്ന പൈസ തിന്നുകൊണ്ട് ഇവന്റെ പൂച്ചയും കൂടി എന്നെ കഴിക്കാൻ വന്നിട്ട് അയ്യോ 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 ഓടി വരണേ നാട്ടുകാരെ. അയ്യോ അയ്യോ അയ്യോ, ഞാൻ എന്ത് ചെയ്തോ? ഞാൻ അടുത്ത് വന്ന അപ്പ കൂവ് കയ്യോ കയ്യോ കയ്യോന്ന്. ഈ കൂപ്പ് കേട്ട് നാട്ടുകാർ വന്ന് ഡെയിലി പഞ്ഞിക്കിടുന്ന പരിപാടിയാണ് എന്നെ. എന്നിട്ട് താനിതൊക്കെ അറിയുന്നുണ്ട്. അയ്യോ 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 ഓടി വരണേ. ഞാൻ കാണിച്ചു തരാം. ഞാൻ പോച്ച് വരും. ഞാൻ പൂച്ചയുടെ അപ്പി എടുക്കാൻ സമയമായതുകൊണ്ട് ഞാൻ വെറുതെ കാണിച്ചു തരാം. കാലം മുഴുവൻ നീ പൂച്ചയുടെ അപ്പി എടുത്ത് ചാവോടാ. അയ്യോ 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 ഓടി വരണേ. അയ്യോ കാണിച്ചു തരാം. പോച്ച് വരട്ടെ. ഉച്ചാടിക്കുമല്ലേ? കാണിച്ചു തരാം ഞാൻ. അല്ല എന്റെ അടുത്താണ് കളി. എന്ത് വന്നാലും ഇന്ന് ഞാൻ മുരളി അവിടെ ഞാൻ വെച്ച്. ഹലോ, ഞാൻ വിളിച്ചിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. ആംബുലൻസ് വിളിച്ചായിരുന്നല്ലോ? ഞാൻ വിളിച്ചു. ഞാൻ പേഷ്യന്റിനെ കൊണ്ടുപോവാം. പേഷ്യന്റ് ആരാണ്? ഞാനല്ല പേഷ്യന്റ്. മുരളി ഒന്ന് എടുക്കണം. ആണല്ലേ? ശരിയാവോന്ന് അറിയില്ല, ശ്രമിക്കാം. മിസ്റ്റർ വിശ്വം, അവിടെ കാണണം. ഇതാരാ? പഴയ മുരളി സാറിനെ കുത്തി തന്നണ്ടല്ലോ. ഈ മുരളിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ മുരളിയാണ് പേഷ്യന്റ്. ഈ ഇടയായിട്ട് ഭയങ്കര അഗ്രസീവ് ആണ്. അതൊന്നും വിഷയമില്ല. അഗ്രസീവ്, എത്ര അഗ്രസീവ് എന്ന് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാന്ന്. കടിക്കും. കടിച്ചാ വിഷയമില്ല. ഞാൻ ലോക്ക് ചെയ്തേക്കാൻ പോരെ തന്നല്ലേ? പിന്നെ ഇങ്ങനെയുള്ള പിള്ളേരാണ് എനിക്കിഷ്ടം മക്കളെ. എനിക്കാണെങ്കിൽ 10-75 വയസ്സായി. ഇനി കൂടി പെയ്യാ 1-2 വർഷം. അതൊന്നും ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. 4 മണിയാകുമ്പോ സ്കൂൾ വിടുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ 3 മണിക്ക് ഇറങ്ങി വെളിയിൽ പറയേണ്ട കാര്യം അത് വിഷയമില്ല. അതല്ല മക്കളെ, എനിക്കാണെങ്കിൽ ഒരുപാട് പണം. നല്ലതല്ലേ? ഒരുപാട് ഇത്രയും കാലം ഞാൻ അടക്കി ഭരിച്ച് കയ്യിൽ വെച്ചിരിക്കുന്നതെന്നാണ് മക്കൾ പറയേണ്ടത്. ഒരു കാര്യം ചെയ്യാം, സിനിമ തിയേറ്റർ മൂത്ത മോന് കൊടുക്കാം. നല്ല കാര്യം. പിന്നെ മൂത്തയാളെ മോക്ക് ഈ സ്വപ്നം ക്ലബ്സ് കൊടുക്കും. എന്തോ സ്വപ്നം ക്ലബ്സ്? അതും കൂടെ മൂത്ത മോന് കൊടുക്കുന്നതാണ് നല്ലത്. തന്നല്ലേ? അതാകുമ്പോ പുള്ളി എഴുതിയെടുത്തിട്ടേ പറഞ്ഞോണ്ടെങ്കിലും നടക്കും. ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, മോക്ക് നമുക്കൊരു ഹോസ്പത്രി കൊടുക്കാം. ഹോസ്പത്രിയാ? ഇതൊന്നും പറയാൻ നിൽക്കേണ്ടത്. നമ്മള് കൈ കിട്ടുന്ന വാക്കിന് എഴുതി കൊടുക്കുന്നതായിരിക്കും നല്ലത്. സംഭവം ഞാൻ എഴുതി കൊടുക്കാത്തത് ഇതുകൊണ്ടാണെന്ന് ഈ പിള്ളേരുടെ അടുത്ത് എങ്ങനെയാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. ആണല്ലേ? ഒരു കാര്യം ചെയ്യാം, എനിക്ക് വേറെ കുറച്ച് വസ്തുവകകളൊക്കെ ഉണ്ട്. അത് നമുക്ക് എന്റെ ഭാര്യയുടെ പേരില് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇതൊന്നും ഞാൻ പറഞ്ഞത്, ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഇത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിക്ക് അങ്ങ് എഴുതി കൊടുത്താൽ പോരെ അമ്മാവൻ. വേറെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വസ്തുവകകളൊക്കെ ഉണ്ട്. പറഞ്ഞു തെറ്റിക്കാനാണെങ്കിൽ വെറുതെ പറയണ്ട. അല്ല പറയുന്നില്ല, പോട്ടെ. നിങ്ങൾ ഞാൻ ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ കൊണ്ടുവരാടെ മക്കളെ. എനിക്കിവിടെ മിണ്ടിയും പറഞ്ഞിരിക്കും ആരുമില്ല. നിന്നെ കണ്ടപ്പോ ഉണ്ടല്ലോ വെള്ളയിട്ട മാലക പോലെ. ഞാനുണ്ടല്ലേ ഈ ഗൾഫിലൊക്കെ ചെന്ന് ഒരുപാട് വെട്ടിപ്പിടിച്ച്, പിന്നെ നോർത്ത് ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ പോയി ഒരുപാട് വെട്ടിപ്പിടിച്ച്, പിന്നെ നമ്മളെ ഈ നാട്ടിൽ അവിടെ ഇവിടെ കിടന്ന് കുറെ കെട്ടിപ്പിടിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി നിങ്ങൾ അതൊക്കെ ബക്കറ്റി പിടിച്ച കാര്യമൊക്കെ എൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഇപ്പൊ വസ്തു നിങ്ങൾക്ക് ഉണ്ടല്ലോ, ഓക്കെ, സംഭവം വിഷയമില്ല. മുരളി ഒരു വിഷയമാണ്. മുരളി ഉപദ്രവിക്കുന്ന നീ നോക്കിക്കോളൂ. ഏത് മുരളി ഉപദ്രവിക്കാം? ഞാൻ കൊണ്ടുപോകൂലേ? ഏറ്റല്ല ഏറ്റെന്ന് നൈസായിട്ട് പോയി ഞാൻ മുരളിയെ വിളിച്ചോണ്ടോ. ആയിക്കോട്ടാണ് നല്ലത്. ഇവന്റെ മുരളിയെ ഞാൻ ഇന്ന് മുരളിയേ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ആ ഒരു വിഷയം. നമ്മള് വണ്ടിയും കൊണ്ടുപോയി ഇവിടെ നിന്ന് സംസാരിക്കുന്നത്.
ആരാ? നമസ്കാരം. ആംബുലൻസ് ഡ്രൈവറാണ്. ഞാൻ മുരളി. മുരളിയാ? അഗ്രസീവാന്ന് പറഞ്ഞിട്ട് ആരാ? മുരളി. അതെ മുരളി. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മുരളി? എന്ത് കുഴപ്പം? ആരാ? എനിക്ക് മനസ്സിലായില്ല. മുരളി അതെ മുരളി. ആരാടോ? ആരാ? താനാരാ വീട്ടിൽ കയറി വന്ന് ചെന്തോ കാണിക്കുന്നത്? അല്ല മുരളി, ഇപ്പൊ സംസാരത്തിലോ ദേഷ്യഭാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മുരളി? എനിക്കെന്തുണ്ടോന്ന്? അതെന്താ മുരളി അത്? എവിടെ? അവിടെ. ആരാടാ? അച്ഛാ! അച്ഛാ! മുരളിയായി, അച്ഛാ! മുരളിയായി. ആരാ? ആരാ ഇത്? വണ്ടി കയറി, ആ, എവിടെ? വണ്ടി കയറി മുരളി. ആരാടാ നീ? മുരളി അഗ്രസീവ്. ഞാൻ അറിഞ്ഞു ഈ ബഹളവും പ്രശ്നവും ഒക്കെ അങ്ങ് മാറും ചെല്ലുമ്പോഴേ. എടാ, ആരാ? ഞാൻ ആരാ ആയിക്കോട്ടെ. ഞാൻ പറയട്ടെ. പ്രശ്നമില്ല. വിടടാ, വിടടാ, വിടടാ. ഇതൊക്കെ ഇങ്ങനെ പറ്റൂ, അല്ലാതെ. അയ്യേ വിടടാ, വിടടാ. അല്ല നിങ്ങളല്ലേ പറഞ്ഞത് മുരളി അവനെ മുരളി പിടിച്ച് നിങ്ങൾ പിടിച്ച് വണ്ടി കയറ്റാൻ ശ്രമിക്കുന്നു. എടാ ഇതെന്റെ മരുമോനാണെന്ന്. നിങ്ങളല്ലേ പറഞ്ഞ വാളപ്പുള്ളി ഇത് മുരളിയാണെന്ന്. ഞാൻ പറഞ്ഞിട്ട് എടാ ഇത് മുരളി അല്ല, ഇതെന്റെ മരുമോനാണ്. നീ അവനെ വിട്, നീ അവനെ വിട്, അവനെ വിട്. ഒന്നോടെ കളയുന്നില്ല ഞാൻ. ഇവ ഇത് പറയും. എനിക്ക് ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്താണ് സംഭവം? ഇയാൾ എന്താ പറഞ്ഞത്? എടാ നിങ്ങളല്ലേ പറഞ്ഞ ഇതാണ് മുരളി എന്ന്. ഞാൻ എടാ 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 വെള്ള സിപ്പപ്പ നീ ആരാ? ഞാനാ? നീ ആരാടാ? അല്ല ഞാൻ പറഞ്ഞ ഈ പുള്ളി പറഞ്ഞ മുരളിയാണ് നിങ്ങളെന്ന് പറഞ്ഞ. എടാ അപ്പൊ താൻ ഇവളോട് പറഞ്ഞു കൊടുത്ത സംഭവം എന്താണെന്നറിയോ? അയ്യോ മുരളിയാണ്. ഞാൻ പറയാം എനിക്ക് പറയട്ടെ, പുള്ളി പറയട്ടെ. മുരളിയാണ്. വേറൊരു മുരളി ഉണ്ട്. മുരളി അകത്ത് കിടന്ന് ഉറങ്ങാണ് മക്കളെ. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇവിടെ ഒരു മുരളി ഉണ്ടെന്ന് അകത്ത് വേറൊരു മുരളി ഉണ്ടെന്ന് പറഞ്ഞു. ഈ കുടുംബത്തെ എത്ര മുരളിയുണ്ട്? എടാ ഞാനാടാ. ഒരു മുരളിയാണെങ്കിൽ ഞാനും എന്റെ ആംബുലൻസ് കയറ്റി. Okay. ഒരുപാട് മുരളി ഉണ്ടെങ്കിൽ വീണ്ടും ആംബുലൻസ് വിളിക്കേണ്ടി വരും. എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്നെ മുരളി ആശുപത്രി കൊണ്ടുപോകണം. അത് ഏത് മുരളി എന്ന് പറയണം? എടാ ഞാനാണ് മുരളി. സംഭവം എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്ന കേക്ക്. എന്താണ്? എന്റെ പേരെടുത്ത് എന്റെ പൂച്ചക്ക് ഇയാൾ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പൂച്ചനെ വിളിക്കുന്നതാണ് മുരളി, എന്നോടുള്ള ദേഷ്യം കൊണ്ട്. എന്നിട്ട് പൂച്ചയുടെ പേര് എന്നെ വിളിക്കും കുട്ടിമണി. ഞാൻ അനുഭവിക്കുന്നതൊക്കെ ആരറിയുന്നു? നീ ഏതാ? ഞാൻ ഒരു മുരളിയെ കൊണ്ടുപോകുന്നത് രാവിലെ ഇവിടെ വന്ന് എനിക്ക് എന്നെ പിടിവിട്ട് മക്കളെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. മുരളിയെ കൊണ്ടുപോകണം ആശുപത്രിയിൽ. മുരളിയെ കൊണ്ടുപോകണം. എനിക്കൊരു മുരളിയെ കൊണ്ടുപോയാൽ കൊണ്ടുപോകണം. പേ കൊണ്ടുവന്ന് നോക്കണം. എന്നെ മുരളി കടിച്ചു. കൊണ്ടുപോകണം. അതെ കൊണ്ടുപോകണം. കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അത് ശരി. ആ. എടാ ഇയാൾ എന്റെ പൂച്ച ആശുപത്രി കൊണ്ടുവന്ന കാര്യമാണ് പറയുന്നത്. അതെ, കൊണ്ടുപോകണം. എടാ എന്റെ പൂച്ചക്ക് ഒരു പ്രശ്നമില്ല. ലൈസൻസ് ഉള്ള പൂച്ചയാണ്. പിന്നെ ലൈസൻസ് ഒരു കരുവാട് എടുത്ത് ഇട്ട് കൊടുത്ത് അതിന്റെ പറയാ പോകും ഇവന്റെ ലൈസൻസ്. പറഞ്ഞ അമ്മ. അയ്യോ 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 അയ്യോ. ഞാൻ പറഞ്ഞ ഇത് ആരെങ്കിലും ഒരാൾ ഞാൻ പറയാം. എനിക്ക് ഹോസ്പിറ്റലിൽ അവിടെ തിരക്കൊണ്ടിരിക്കുമെന്ന് പറയട്ടെ, എനിക്ക് പറയാൻ അവസരം താടാ. എന്നോട് ഇങ്ങനെ ചെയ്യരുതേ. നിങ്ങൾ ഇങ്ങോട്ട് ഞാൻ പറയട്ടെ. എടാ സംഭവം എന്താന്നറിയാം? എടാ ഇയാള് മുടിഞ്ഞ കൊതിയനാണ് ഇയാള്. എടാ എന്റെ പൂച്ചക്ക് എനിക്ക് ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇയാള് സൈഡിൽ പോയിരുന്ന് കൊതിച്ച് കൊതിച്ച് എന്റെ പൂച്ചക്ക് വയറിളക്കം വരെ പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര വയസ്സാം കാലത്ത് എന്തിന്റെ ആവശ്യം? മക്കളെ എങ്ങനെ നോക്കാതിരിക്കോടാ? ഇവ ഈ പൂച്ചയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അൽഫാം, ഗുബൂസ്, പൊരിച്ച മീന്, തന്തൂരി ചിക്കൻ ഇങ്ങനെയുള്ളത്. എനിക്ക് തരണത് ചുട്ട മുളക് ഉപ്പില്ലാത്ത കഞ്ഞി. പിന്നെ ഞാൻ എങ്ങനെ നോക്കാതിരിക്കും? നീ പറ. അത് മോശമല്ലേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ? നീ പോടാ. ഇയാൾക്ക് ഇല്ലാത്ത അസുഖങ്ങളില്ല, അറിയാവോ? എനിക്കൊരു അസുഖവും ഇല്ലാന്ന് ഇവൻ പറഞ്ഞു. ഒരു ലോഡ് ഗുളിയാണ് എന്റെ വാക്കകത്ത് തള്ളി കയറ്റുക. അതല്ല പറഞ്ഞത്. ഇയാൾക്ക് ഇല്ലാത്ത അസുഖങ്ങളില്ല. ഇയാൾക്ക് കൊളസ്ട്രോൾ മുറ്റി നിൽക്കുകയാണ്. അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം? കൊളസ്ട്രോൾ ഇല്ല ഇല്ല മക്കളെ, എനിക്ക് കൊളസ്ട്രോൾ ഇല്ല മക്കളെ. ഇല്ല, കൊളസ്ട്രോൾ ഇല്ല. ഉണ്ട്. ചില സമയത്ത് ഇയാൾ കുളത്തിൽ കുളിക്കാൻ പോകും. ഇയാൾ ഇറങ്ങുമ്പോ ഇയാളെ കണ്ടിട്ട് നെയ്മീൻ ഓടി ഒളിക്കും. എടാ നെയ്മീനേക്കാളും നെയ്യാണ് ഇയാൾക്ക്. അത്രക്ക് കൊളസ്ട്രോൾ നിൽക്കുന്ന ആളാ. എന്തൊക്കെ പറഞ്ഞാലും മുരളിയാ ഞാൻ ആശുപത്രി. എടാ നിനക്കറിയാവടാ, എടാ എന്റെ പൂച്ചയുടെ പെഡിഗ്രി എടുത്തോണ്ട് പോയിട്ടുണ്ട്. പെഡിഗ്രി. അത് ഞാൻ സംസാരിക്കാം. നമുക്ക് അത് സംസാരിക്കാവുന്ന കാര്യമില്ല. അത് വിഷയാക്കണ്ട കേട്ടോ. ഞാൻ കാര്യം ചോദിക്കട്ടെ?
നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ വയ്യല്ലേ? കണ്ണിക്കണ്ട പൂച്ചേരെ പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് എന്തിനാണ്? അതിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് പഠിത്തമില്ലേ? ഒന്നുമില്ലെങ്കിൽ 4ാം ക്ലാസ് വരെയെങ്കിലും പോയിട്ടില്ലേ? നീ ഏതാടാ ബ്രഹ്മ? വളവാ ബ്രഹ്മ, നീ ആരടാ? നിങ്ങളല്ലേ പറഞ്ഞ പ്രീ ഡിഗ്രി എടുത്തെന്ന്? പൂച്ചക്ക് പീഡിഗ്രി എന്ന്. പിന്നെ എടാ പെഡിഗ്രി, പൂച്ചയുടെ ഫുഡ് വരെ അടിച്ച് മാറ്റി തിന്നൂടാ ഇയാള്. അടിച്ച് മാറ്റിയോടാ. അടിച്ച് മാറ്റുക ഇയാൾ. മൂത്ത മോടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞ ഇടക്ക് വിഷയം ഉണ്ടാക്കിയ. അതെന്തായിരുന്നു സംഭവം? എനിക്ക് പോണം. പറയട്ടെ ഇപ്പൊ ഓർത്തേ ഉള്ളത്. ഓർത്താ പറയാലോ. ഇതൊക്കെ പറഞ്ഞാലും മൂത്ത മോടെ വീട്ടിൽ ഇയാളെ കേറ്റൂല. എടാ അവള് പ്രസവിച്ചിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. 1.5 വയസ്സുള്ള കൊച്ചിന്റെ കുറുക്ക് വരെ കട്ട് തിന്നുവൻ. അവസാനം അവര് ചെലവൊക്കെ അടിച്ച് ഓടിച്ചാണ് ഇയാളെ കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് പെടുന്ന പാട് അറിയത്തില്ല. അറിയാവാ എന്ത് പാടാണ് ഉള്ളത്? നീ എനിക്ക് എന്ത് പാടാണ് ഉള്ളത്? നീ എന്തും ഞാൻ കിടന്ന് കള്ളം പറയണത്? നിനക്കറിയാം മക്കളെ, നിനക്കറിയാവോ? ഇവനാണെന്നുണ്ടെങ്കിൽ ഇവന് എന്റെ മോളെ കെട്ടാൻ വേണ്ടിട്ട് ഇവന് തേയില തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു. തേയില തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പറയാം, നീ അടങ്ങ്. അതൊക്കെ എല്ലാം ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇവന് തേയില തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു. ഇവന് തേയില തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു. ഇവൻ എന്നിട്ട് കല്യാണം കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഞാൻ നോക്കുമ്പോഴേ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് കൊട്ടണ്. നോക്കിയപ്പോ പറയാണ്, ചായ ഇടാൻ വേണ്ടി ഇച്ചിരി തേയിലപ്പൊടി തരുമോന്ന് ഈ തോട്ടക്കാരൻ. ഇവനാണ് ഞാൻ ദത്തെടുത്തതാ. ദത്തൻ പറ്റിച്ചല്ലേ? ദത്തനാ ഇവൻ, ദത്തൻ. ഇതാണ് ഇവൻ നേരത്തെ പറഞ്ഞത്, ദത്തൻ. ദത്തൻ ദത്തനല്ലേ? ഇതിന്റെ വിഷയം ദത്തൻ എന്ന് പറഞ്ഞ ഞാൻ തെറിയൊന്നുമല്ലല്ലോ. ദത്തൻ 6ാം തമ്പുരാൻ സിനിമയിൽ തലയെ കല്ലടിച്ച് മരിച്ച ദത്തനല്ല, വേറെ ദത്തൻ. എടാ ഇയാടെ മോള് എന്നെ ഇവിടെ കെട്ടിക്കേറിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. പിറ്റേ ദിവസം അവള് ഗൾഫിലേക്ക് പോയി. ഞാനിവിടെ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാമോ നിനക്ക്? ഞാൻ ചില സമയത്ത് ഇവിടെ വന്നിട്ട് ഇയാളെ തുണി കഴുകിയിട്ടിട്ടുണ്ട്, അറിയാമോ? അത് മാത്രമല്ല, ഇയാളെ കുളിപ്പിക്കണം, ഇയാൾക്ക് വെളുപ്പിനെ വെള്ളച്ചൂടാക്കി കൊടുക്കണം. ഇവിടെ അതെല്ലാം പോട്ടടാ. അതെല്ലാം കഴിയുമ്പോ ഇയാൾക്ക് കൊടപ്പുളിയിട്ട് മീൻകറി വെച്ച് കൊടുക്കണം. ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാവിടെ? ഞാൻ സത്യം പറഞ്ഞ ഇവിടെ കിടന്ന് മരിക്കാണ് ഞാൻ. ജോലി ചെയ്ത് ഞാൻ മരിക്കാണ്. അപ്പൊ ഭർത്താവാണ് അങ്ങ് ഗൾഫിൽ നിൽക്കുന്നല്ലേ? എടാ ചിന്തുവാനെ, സീരിയലിലെ പെണ്ണുങ്ങൾ പോലും ഇങ്ങനെ കരഞ്ഞു മെഴുവിലല്ലാടാ. ഞാൻ പറഞ്ഞ അയ്യോ അയ്യോ, ഞാൻ ഒരു കാര്യം പറയാം മക്കളെ, നീ എന്നെ സഹായിക്കണം. മുരളി ആശുപത്രി കൊണ്ടുപോകണം. അവിടെ പേഷ്യന്റിനെ വെയിറ്റിംഗ്. പോവടാ മണ്ണെ, ആശുപത്രി കൊണ്ടുപോകും മുരളിയെ. എടാ വടവ കാല, ഞാനാടാ മുരളി. എന്നെ എന്തിനാണ് ആശുപത്രി ഞാൻ നിന്നെ നീ നിങ്ങളൊരു കാര്യം ചെയ്യാം. ആ പേഷ്യൻ പൂച്ച എടുത്തോണ്ടോ? ആരെങ്കിലും പോയി പേഷ്യൻ പൂച്ച എടുത്തോണ്ടോ? നീ അടങ്ങണം. ഇവനാണ് ഇന്ന് സമ്മതിക്കാത്തത്. നിന്നെ കൊണ്ടുപോയി ചേട്ടാ. പിന്നെ നിങ്ങൾ ആ പേഷ്യൻ പൂച്ച പോയി എടുത്തോണ്ടോ? പേഷ്യന്റിനെ കൊണ്ട് ചെല്ലണോന്ന് അവിടെ? പേഷ്യൻ പൂച്ച അവിടെ നിൽക്കട്ടെ. നിനക്കൊരു പേഷ്യന്റല്ലേ ആവശ്യം? ആദ്യം ഈ പേഷ്യന്റിനെ എടുത്ത് നീ ആംബുലൻസിൽ കേട്ടടാ. പോട്ടാ ഓടാ വാളംപുള്ളി.